മോദി പ്രഭാവം കേരളത്തിലും അലയടിക്കുമെന്ന് പെരുമ്പാവൂരിലെ NDA സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയ. പെരുമ്പാവൂരിലെ ലഹരി മാഫിയ വിഷയങ്ങളും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പ്രധാന പരിഗണന നൽകുമെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ സർപ്രൈസുകളുമായി 2020 സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ലക്ഷ്മിപ്രിയയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കൊട്ടും പരിചയമില്ലാത്ത ആളല്ല, സുപരിചിതയാണ്. മാത്രമല്ല ഈ NDA പൊളിറ്റിക്സിൽ കുറേ കാലങ്ങളായി കൂടെയുണ്ട്. ഞാൻ അവസാനമായി കണ്ടത് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ സജീവമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിയർത്തൊലിച്ച് വിവിധ കുടുംബ സംഘങ്ങളിൽ സജീവമായി ഇടപഴകുന്ന ലക്ഷ്മിപ്രിയയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. വീണ്ടും NDAയുടെ ഭാഗമായി തന്നെ മത്സരരംഗത്തേക്ക് എത്തുന്നു. എന്താണ് ഈ ഒരു അവസരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ഷനിൽ നിന്നൊക്കെ പല പ്രാവശ്യം നമുക്ക് പല സീറ്റുകളും ഉണ്ടായിരുന്നു, വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുടുംബത്തെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ കൺസേൺ ആയിരുന്നു. മകൾ തീരെ ചെറുതാണ്, അവളെ കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടൊക്കെ മതി എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരാളുടെ അടുത്ത് ചെന്ന് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അതുതന്നെയാണ് എപ്പോഴത്തെയും എൻ്റെ വിശ്വാസം. അപ്പോൾ 2020യിൽ നിന്ന് ഇങ്ങനൊരു ക്ഷണം വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളും കൂടി പങ്കാളികളായിട്ട് ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ പ്രചരണം എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് ശീലമുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. സുരേഷ് ചേട്ടന് വേണ്ടിയിട്ടാണെങ്കിലും വേറെ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പോയിട്ടുള്ളത് ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ, പോയ സ്ഥലങ്ങളിലെല്ലാം ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ അവരെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തന മികവ് ഇവിടെയും കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രവർത്തനത്തിൽ വലിയ രീതിയിൽ ആകർഷയായിട്ടുണ്ട് എന്ന് ഇതിനു മുമ്പ് എന്നോട് തന്നെ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം 3ാം തവണ അധികാരത്തിലേറി വലിയ രീതിയിൽ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും വലിയ രീതിയിലുള്ളൊരു പവറുള്ള രാഷ്ട്രീയ നേതാവ് എന്നുള്ള ലീഡർ എന്നുള്ള നിലയ്ക്ക് ഉയർന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ NDAയുടെ ഭാഗമാകുമ്പോൾ അതേ പാർട്ടിയുടെ തന്നെ അതേ മുന്നണിയുടെ ഭാഗമാണ്, അതായത് മോദിക്ക് കീഴെ അണിനിരന്നിരിക്കുകയാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഉള്ള കാര്യം. നരേന്ദ്രമോദി പ്രഭാവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നമ്മളിപ്പോൾ UK-യിലാണെങ്കിലും US-ലാണെങ്കിലും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഫോറിനേഴ്സ് വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് വളരെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരിയാണ്, നമ്മളെ അദ്ദേഹമാണ് ഭരിക്കുന്നത്, അദ്ദേഹമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അഭിമാനമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. പിന്നെ നമ്മുടെ ഷൂട്ടിങ്ങിനായിട്ടും അല്ലാതെയും ഒക്കെ ഭാരതമെമ്പാടും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മളുടെ റോഡുകളുടെ വികസനം, ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അപ്പോൾ റോഡുകളുടെ വികസനമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ 70 വർഷമായിട്ട് എന്താണ് നമ്മൾ 70 വർഷം എന്ന് പറയുന്ന എത്രയോ തലമുറകളാണ് അല്ലേ? നമ്മളുടെ അപ്പൂപ്പന്മാരുടെ തൊട്ടിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ തലമുറ തൊട്ടിട്ട് എന്താ പറയുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ വിചാരിച്ചു. അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമാണല്ലോ യാതൊരു വികസന പ്രവർത്തനങ്ങളും വരാതെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചെറിയ പങ്ക് നമുക്ക് ഇവിടെയും കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കൂ, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം മേയറായിട്ട് അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ, രാജേഷ് ഏട്ടൻ വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കൂ. എത്ര പഞ്ചായത്തുകളിൽ എത്ര പേർക്കാണ് വീടില്ലാത്തത്? അതിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ ഒരു കൗൺസിലിന് ഇത്ര വീടുകൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ നമുക്കും സാധിക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തൃശ്ശൂർ പല ഭാഗങ്ങളിലും നമ്മൾ ഈ ജിഷയുടെ കേസൊക്കെ കഴിഞ്ഞ്, പെരുമ്പാവൂർ ജിഷ വധക്കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ സുരേഷ് ചേട്ടന് വേണ്ടിയിട്ട് തന്നെ പ്രചരണത്തിന് നമ്മൾ പോകുന്ന സമയത്ത് ഉള്ളേരിയകളിൽ റോഡ് സൈഡുകളിലുള്ള വീടുകൾക്ക്, പെൺകുട്ടികളുള്ള വീടുകൾക്ക് വാതിലുകളും ഒന്നുമില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടോയ്ലറ്റ്സ്, നരേന്ദ്രമോദി കക്കൂസ് പണിയാനാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കക്കൂസുകളാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ എത്ര പേർക്ക് അത് ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കുക. അങ്ങനെ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യങ്ങളും നമ്മളെ ഗംഭീരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് നമ്മൾ അനുഭവിക്കുകയല്ലാതെ നമുക്കായിട്ട് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു സർക്കാർ ഇവിടെ രൂപപ്പെടണം. തീർച്ചയായിട്ടും അതിന് സാധിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.
മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിലാണ് മത്സരിക്കാൻ പോകുന്നത്. പെരുമ്പാവൂർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായിട്ട് ഇപ്പോൾ വാർത്തകൾ ഇടം പിടിച്ചിരുന്നത് അവിടുത്തെ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമാണ്. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന്. ഒരു സ്ത്രീയാണ് ഈ മയക്കുമരുന്നിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്, അമ്മമാരാണ് എന്നുള്ളതാണ്. കാരണം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള മക്കൾ അമ്മമാരെ കൊല്ലുന്നു. അങ്ങനെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എങ്ങനെയാണ് കരുതുന്നത്? അതുതന്നെയാണ് ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നതും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ 147 സ്കൂളുകളിലധികം മയക്കുമരുന്ന് ലോബിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് എന്നെ വളരെയധികം ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയിടാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏറ്റവും അധികം കടന്നുവരവുണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവധി ദിവസങ്ങളിൽ നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം, പബ്ലിക്കായിട്ട് മദ്യവും മയക്കുമരുന്നും യൂസ് ചെയ്യുന്നത്, സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ള മറ്റ് അനാശാസ്യപരമായിട്ടുള്ള പരിപാടികൾ, ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് തടയിടാനായിട്ട് അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ളതല്ല, തീർച്ചയായിട്ടും ആ ഒരു പോരാട്ട വീര്യമുള്ളവർ തന്നെയാണ് സ്ത്രീകൾ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും മുന്നിൽ നിന്ന് വേണ്ടത് തീർച്ചയായിട്ടും അത് തടയിടാനായിട്ടുള്ളത് ചെയ്യും. അതുതന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പെരുമ്പാവൂരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാണ്. അതിനെ മാറ്റി പഴയ പെരുമ്പാവൂരായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കാരണം ഇരിങ്ങോൾക്കാവ് എന്നൊക്കെ പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവാണ്. ഇതുപോലെ പൗരാണികതയുള്ള നിരവധി സ്ഥലങ്ങൾ പെരുമ്പാവൂരുണ്ട്. ഇതൊക്കെ നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യണം. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ഒരു അവസാനത്തെ ചോദ്യമാണ്, ഒരു രാഷ്ട്രീയമാണ്. കാരണം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആകുമെന്ന് കരുതിയിരുന്ന എൽദോസ് കുന്നപ്പള്ളി സിറ്റിംഗ് MLA ആണ്, സ്ഥാനാർത്ഥിയായിട്ടില്ല, ആളെ സീറ്റ് നിഷേധിച്ചിരിക്കുന്നു പറഞ്ഞു. ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത്ര നേരം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന അത്തരം സ്വഭാവമുള്ള ഒരാളാണ് എന്നുള്ളതിൽ ഒരു സ്ത്രീയാണ് മത്സരിക്കാനും പോകുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് ആക്ച്വലി എനിക്കറിയില്ല. അത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. എന്താണത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സീറ്റ് തർക്കവും ഒക്കെ അവരുടെ പാർട്ടിയും കോടതിയും ഒക്കെ തമ്മിൽ തീരുമാനിക്കട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ലക്ഷ്മിപ്രിയ. പെരുമ്പാവൂരിൽ ഒരു വിജയമുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. സുശോഭിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.